കൊറിയൻ ഉപദ്വീപിൽ വീണ്ടും യുദ്ധമേഖകൾ കനക്കുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ശക്തയായ സഹോദരി കിം യോ ജോങ് ജപ്പാനെയും അമേരിക്കയും ലക്ഷ്യമിട്ട് നടത്തിയ കടുത്ത മുന്നറിയിപ്പുകൾ ഏഷ്യൻ മേഖലയിൽ വലിയ സുരക്ഷാ ആശങ്കകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അമേരിക്കൻ നിർമ്മിത ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ജപ്പാനെതിരെ ഉത്തര കൊറിയ രംഗത്ത് വന്നിട്ടുള്ളത്. ജപ്പാൻ അടുത്തിടെ നടത്തിയ ടൊമഹോക്ക് ക്രൂയിസ് മിസൈൽ പരീക്ഷണം ഈ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ദീർഘദൂര ലക്ഷ്യങ്ങൾ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് ജപ്പാൻ വർഷങ്ങളായി പുലർത്തി വന്ന പ്രതിരോധ നയങ്ങളിൽ നിന്നുള്ള വലിയ വ്യതിചലനമാണ് വിലയിരുത്തപ്പെടുന്നത്. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA വഴി പുറത്തുവിട്ട പ്രസ്താവനയിലൂടെ ജപ്പാനെതിരെ കിം യോ ജോങ് അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ജപ്പാൻ മുൻകൂർ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരു സൈനിക ശക്തിയായി സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ഈ നീക്കം കൊറിയൻ ഉപദ്വീപിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ജപ്പാനീസ് സൈനിക നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഉത്തര കൊറിയ നിർബന്ധിതരാകുമെന്നും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി അധിക സൈനിക ഓപ്ഷനുകൾ നടപ്പാക്കാൻ രാജ്യം തയ്യാറാണെന്നും കിം യോ ജോങ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ പുതിയൊരു മിസൈൽ പരീക്ഷണ പരമ്പരയ്ക്കോ അല്ലെങ്കിൽ സൈനിക പ്രഖ്യാപനത്തിനോ കളമൊരുക്കുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ജപ്പാനിലെ ഈ സൈനിക മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണെന്ന് ഉത്തര കൊറിയ കുറ്റപ്പെടുത്തുന്നു. ജപ്പാൻ ടൊമഹോക്ക് മിസൈലുകൾ നൽകി സഹായിക്കുകയും അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഒത്താശ ചെയ്യുക വഴി അമേരിക്ക ഏഷ്യയിൽ അസ്ഥിരത സൃഷ്ടിക്കുകയാണെന്ന് പോങ്ക്യോങ് ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ പിന്തുണയോടെ ജപ്പാൻ നടത്തുന്ന ഓരോ സൈനിക നീക്കവും കനത്ത പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നിവരിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാണിച്ചാണ് ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആധുനികവത്കരിക്കുന്നത്. വർഷങ്ങളായി സമാധാനപരമായ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ജപ്പാൻ സൈന്യം സമീപകാലത്തെ പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആക്രമണോത്സാഹ പ്രതിരോധ നയങ്ങളിലേക്ക് ചുവടുമാറുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജപ്പാൻ തങ്ങളുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 പ്രകാരം വിദേശ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള അവകാശം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ സമീപകാലത്ത് ചൈനയുടെ കടലിലെ മുന്നേറ്റങ്ങളും ഉത്തര കൊറിയയുടെ തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങളും ടോക്കിയോയെ തങ്ങളുടെ പ്രതിരോധ നയം പൊളിച്ചെടുത്താൻ നിർബന്ധിതരാക്കുകയായിരുന്നു. ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും ആധിപത്യത്തെ ചെറുക്കാനും അമേരിക്ക നടത്തുന്ന നയതന്ത്ര സൈനിക നീക്കങ്ങളുടെ ഭാഗമാണ് ജപ്പാനുമായുള്ള ഈ ആയുധ കച്ചവടങ്ങൾ. സഖ്യകക്ഷികളെ കൂടുതൽ ശക്തമാക്കുക വഴി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്കയും ജപ്പാനും ദക്ഷിണ കൊറിയയും ചേർന്ന് രൂപപ്പെടുത്തുന്ന പുതിയ ത്രികക്ഷി സൈനിക സഖ്യം തങ്ങളെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള നീക്കമാണെന്ന് ഉത്തര കൊറിയ കരുതുന്നുണ്ട്. ഈ കൂട്ടായ്മയെ നാറ്റോയുടെ മാതൃകയിലുള്ള ഒരു സൈനിക സഖ്യമായിട്ടാണ് പോങ്ക്യോങ് വിശേഷിപ്പിക്കുന്നത്. ഇത് തങ്ങൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന നിലപാടിലാണ് കിം ജോങ് ഉൻ ഭരണകൂടം. ഉത്തര കൊറിയൻ ഭരണകൂടത്തിൽ കിം ജോങ് ഉന്നിന് തൊട്ടടുത്തുള്ള ഏറ്റവും ശക്തയായ നയതന്ത്ര രാഷ്ട്രീയ ശബ്ദമായാണ് കിം യോ ജോങ് വിലയിരുത്തപ്പെട്ടത്. രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്നതിലും ശത്രു രാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിലും അവർ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. യോ ജോണിന്റെ പ്രസ്താവനകൾ വെറും വാചക കസരത്ത് മാത്രമല്ലെന്നും പ്രവൃത്തിയിൽ വരുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നു. ഈ സംഭവ വികാസങ്ങൾ കിഴക്കൻ ഏഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ കരുതലിലാക്കിയിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധ മത്സരം വർദ്ധിക്കുന്നത് കൊറിയൻ ഉപദ്വീപിൽ ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാനുള്ള തരത്തിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകളുടെ വഴികൾ അടഞ്ഞു പോകുന്നത് ഇരുഭാഗത്തെയും കൂടുതൽ കടുപ്പമേറിയ നിലപാടുകളിലേക്ക് നയിക്കുന്നു. ഉത്തര കൊറിയയുടെ ഈ ഭീഷണികളോട് ദക്ഷിണ കൊറിയയും കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. സിയോളും വാഷിംഗ്ടണും ടോക്കിയോയും സംയുക്തമായി നടത്തുന്ന പ്രതിരോധ വ്യൂഹങ്ങൾ ഉത്തര കൊറിയയുടെ മിസൈൽ ഭീഷണികളെ പ്രതിരോധിക്കാൻ പര്യാപ്തമായ രീതിയിൽ ശക്തിപ്പെടുത്തി വരികയാണ്. അതിർത്തിയിൽ സൈനിക വിന്യാസവും നിരീക്ഷണവും ഇരുപക്ഷവും ശക്തമാക്കിയിട്ടുണ്ട്. ചൈനയും റഷ്യയും ജപ്പാനിലെ സൈനികവത്കരണത്തെയും അമേരിക്കയുടെ ഇടപെടലുകളെയും അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ അതിർത്തികളിൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ സ്വാധീനം വർദ്ധിക്കുന്നത് മോസ്കോയ്ക്കും ബീജിംഗിനും സ്വീകാര്യമല്ല. ഇത് ഏഷ്യൻ മേഖലയിൽ വൻ ശക്തികൾ തമ്മിലുള്ള ചേരിതിരിവിന് കൂടുതൽ രൂക്ഷമാകുന്നുണ്ട്. ആധുനിക ആണവായുധങ്ങളുടെയും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളുടെയും കാര്യത്തിൽ ഉത്തര കൊറിയ നടത്തുന്ന തുടർച്ചയായ മുന്നേറ്റങ്ങൾ അമേരിക്കയും സഖ്യരാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ സ്വന്തം പ്രതിരോധ ശേഷി പരമാവധി വർദ്ധിപ്പിക്കാനാണ് പോങ്ക്യോങ് ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജപ്പാന്റെ ടൊമഹോക്ക് പരീക്ഷണം ഉത്തര കൊറിയയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്.
സ്വതന്ത്രമായി അല്ലെങ്കിൽ നയതന്ത്രമായി ഒത്തുതീർപ്പുകൾക്ക് സാധ്യത കുറയുന്നതും സൈനിക ഫലപ്രയോഗങ്ങൾ വർദ്ധിക്കുന്നതും ആഗോള വ്യാപാര പാതകളെയും സാമ്പത്തിക രംഗത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പസഫിക് സമുദ്രത്തിലെ സുരക്ഷാ ഭീഷണികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. കിം ജോണിന്റെ മുന്നറിയിപ്പും ജപ്പാന്റെ മിസൈൽ പരീക്ഷണവും കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളും ആഗോള സുരക്ഷയെ തന്നെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും.